നമസ്കാരം. ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, ഒരു പൊതുപ്രശ്നം ഉടലെടുക്കുമ്പോൾ മലയാളികളെല്ലാം ഒരേ മനസ്സോടെ ഒന്നിച്ചു നിൽക്കും എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അർജുനു വേണ്ടിയുള്ള ഒരുമിച്ചുള്ള നമ്മുടെ കാത്തിരിപ്പ്. 9 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആ കാത്തിരിപ്പിനും പരിശ്രമങ്ങൾക്കും കൂടുതൽ ശക്തി ആർജിച്ചതേ ഉള്ളൂ എന്നതും വലിയൊരു ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്. നാട് പകച്ചു നിന്ന പല ദുരന്തമുഖങ്ങളിലും യാതൊരു പ്രതിഫലവും മോഹിക്കാതെ തൻ്റെ ഇടത്തോടെ മുന്നിൽ നിന്ന് പോരാടിയ ഒരു യുവാവ്. പേര് രഞ്ജിത്ത് ഇസ്രായേൽ. മലയാളി പകച്ചു നിന്ന കവളപ്പാറ, പെട്ടിമുടി ദുരന്തങ്ങളിലും ജീവനും ജീവിതവും തിരിച്ചുപിടിക്കാൻ മുന്നിൽ അവനുണ്ടായിരുന്നു. മലയാളികളുടെ അഭിമാനമായവൻ. മലയാളികൾക്കിന്നവൻ ഒരു സൂപ്പർ ഹീറോയാണ്. ദുരന്തമുഖത്ത് ആപത്തുകളിൽ ഓടിയെത്തുന്ന സൂപ്പർ ഹീറോ. 2018-2019 വർഷങ്ങൾ മുതൽ എല്ലാ ആപത്ത് ഘട്ടങ്ങളിലും മുന്നിൽ നിന്ന് പൊരുതാൻ അയാൾ ഓടിയെത്താൻ ശ്രമിക്കുമായിരുന്നു. ഉത്തരാഖണ്ഡ് ടണൽ ദുരന്തമുഖത്തും മലയാളത്തിൻ്റെ ഈ അഭിമാനപുത്രൻ ഓടിയെത്തി. ഇന്നും അവൻ തൻ്റെ ദൗത്യം തുടരുന്നു, നമ്മുടെ അർജുനു വേണ്ടി, കർണാടകയുടെ മണ്ണിൽ. ഏകദേശം 5-ൽ കൂടുതൽ തവണ ദുരന്തമുഖങ്ങളിൽ ജനങ്ങളുടെ സൂപ്പർ ഹീറോയായി രഞ്ജിത്ത് പറന്നെത്തി. ഇതിനൊക്കെ പ്രതിഫലമായി ഈ ചെറുപ്പക്കാരന് ലഭിച്ചത് സേവനങ്ങൾക്കുള്ള പ്രശംസാപത്രം മാത്രം. കൂടുതലായൊന്നും ആ ചെറുപ്പക്കാരൻ പ്രതീക്ഷിക്കാറുമില്ലായിരുന്നു. തിരുവനന്തപുരം വിധുര ഗോകുൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ്, ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് ഈ 33-കാരൻ. ഈ 33-കാരൻ്റെ പിതാവിൻ്റെ പേരിലെ ജോസഫും രഞ്ജിത്തിൻ്റെ പേരിനോട് ചേർന്ന ഇസ്രായേൽ എന്ന നാമവും ഇദ്ദേഹം അനേകർക്ക് രക്ഷകനാകുന്നു എന്നതും ഒരു ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്ന രക്ഷകനായ കർത്താവ് ഈശോ മിശിഹായോട് സാദൃശ്യം തോന്നുന്ന ചരിത്രം. യേശു പകർന്നു വെച്ച ആശയങ്ങളോട് നീതി പുലർത്തുന്ന സവിശേഷതകളും സ്വഭാവ ഗുണവും നമ്മുടെ ഈ അഭിമാനപുത്രനിൽ നമുക്ക് കാണാം. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ദുരന്തമുഖങ്ങളിലേക്ക്, ദുരന്തഭൂമിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ ഇറങ്ങിപ്പുറപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ മലയാളികൾക്ക് ഇന്നൊരു അഭിമാനം തന്നെയാണ്. സൈന്യത്തിൽ ചേരുക എന്നുള്ളതായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി കുട്ടിക്കാലം മുതലേ സ്വപ്നം കണ്ടു. പഠന കാലയളവിൽ കായിക ഇനങ്ങളിൽ തൻ്റെ കഴിവ് തെളിയിച്ചു. നീന്തലിലും ബോഡി ബിൽഡിങ്ങിലും കരുത്തു തെളിയിച്ചു. ഒടുവിൽ 2005-ൽ മിസ്റ്റർ ട്രിവാൻഡ്രം എന്ന പട്ടവും തേടിയെത്തി. എന്നാൽ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയായി 21-ാം വയസ്സിൽ രഞ്ജിത്തിൻ്റെ തലച്ചോറിന് മാരകമായ ഒരു അസുഖം ബാധിക്കുന്നു. ഈ അസുഖം അവൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചു. എന്നാൽ രഞ്ജിത്ത് അവിടെയും തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അസുഖത്തെ തോൽപ്പിച്ച് പുറത്തു കടന്നു. എങ്കിലും നിർഭാഗ്യവശാൽ സേനയിൽ ചേരാനുള്ള പ്രായം കഴിഞ്ഞിരുന്നു. എന്നാൽ വിധിക്ക് തോറ്റുകൊടുക്കാൻ രഞ്ജിത്തിനാകുമായിരുന്നില്ല. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലൈഫ് സേവിംഗ് ടെക്നിക്സ്, ഫോർ സർവൈവിംഗ് ടെക്നിക്സ്, പർവ്വതാരോഹണം, പവർ ബോട്ട് ഓപ്പറേഷൻ എന്നിവയിലൊക്കെ രഞ്ജിത്ത് പരിശീലനം നേടി. തുടർന്ന് സൗജന്യ സേവനവുമായി ജീവിതങ്ങളുടെ രക്ഷയ്ക്കായി ദുരന്തമുഖത്തേക്ക്. പിന്നീട് അങ്ങോട്ട് ദുരന്തമുഖങ്ങളിൽ രഞ്ജിത്തിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ഒരു പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടമായി മാറി. പുറം രാജ്യത്ത് നിന്ന് പല ജോലി അവസരങ്ങളും ഈ ചെറുപ്പക്കാരനെ തേടിയെത്തി. എന്നാൽ രാജ്യത്തെ സേവിക്കുക, അനേകം ജീവിതങ്ങൾക്ക് രക്ഷകനായി തൻ്റെ സേവനം തുടരുക എന്നത് മാത്രമായിരുന്നു രഞ്ജിത്തിൻ്റെ ലക്ഷ്യം. ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അനേകർക്ക് രക്ഷകനാകുന്ന ഈ 33-കാരനിൽ നമ്മൾ ആരുടെ മുഖമാണ് ദർശിക്കേണ്ടത്? ഒരു കറകളഞ്ഞ മനുഷ്യ സ്നേഹിയുടെയോ? ഞാൻ സ്നേഹിച്ചതുപോലെ ഒപ്പമുള്ളവരെ സ്നേഹിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ദൈവപുത്രനായ യേശുവിൻ്റെയോ? ഏതാണ് കൂടുതൽ ഭംഗി? രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെയാണ്. എങ്കിലും യേശുവിനെ മാതൃകയാക്കിയ ഒരു 33-കാരനായി അദ്ദേഹത്തെ കാണാനാണ് എനിക്കിഷ്ടം. ഏതായാലും ഈ മനുഷ്യൻ നമുക്ക് ഒരു മാതൃകയാണ്. മലയാളികളുടെ അഭിമാനപുത്രനാണ്. എല്ലാവർക്കും എല്ലാമായവനാണ്. ബൈബിളിൽ ഒരു വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു. 1 കൊരിന്തോസ് 9-ാം അധ്യായം 22-ാം വാക്യം. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി.